ചോദിച്ചോളൂ. അദ്ദേഹം ഒരു റിപ്പോർട്ട് തേടിയിരുന്നു നേരത്തെ ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്. പക്ഷേ സർക്കാർ ഇതുവരെ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അതായിരുന്നു കൂടിക്കാഴ്ചയുടെ അതോ? അതല്ല, അത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു ഗവർണർ എന്ന നിലക്ക് അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ അദ്ദേഹത്തിന് ആരും അറിവ് നൽകിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ചില കാര്യങ്ങൾ, നാടിൻ്റെ എന്താ പറയുക ഒരു സുരക്ഷ എന്ന നിലക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ചില തെളിവുകൾ അദ്ദേഹം ഇപ്പോൾ DGPയും ചീഫ് സെക്രട്ടറിയും വിളിപ്പിച്ചു. പക്ഷെ അവർ പോകേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അല്ല, അത് അവർ തമ്മിലാവട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറയാനുണ്ടത് നാളെ പറയാൻ കഴിയും. ഒരു ഇൻഫർമേഷൻ കൂടി അതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. അത് നാളെ നിങ്ങളുടെ മുന്നിൽ അത് ക്ലിയർ കട്ടായിട്ടത് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. നാട് നേരിടുന്ന ചില ഭീഷണികൾ, അതിൻ്റെ എനിക്കറിവുള്ള ചില കാര്യങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തത് എൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന എൻ്റെ വിശ്വാസം അത് അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പൊളിറ്റിക്കലായിട്ട് ഇത് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം എപ്പോഴും ഗവർണറിനെ ഒരു RSS ഏജന്റായിട്ടാണ് സർക്കാർ വിശേഷിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര MLA എന്ന നിലക്ക്, ഒരു സ്വതന്ത്ര ഭരണകർത്താവായിട്ടുള്ള ഗവർണർ എടുത്ത് എൻ്റെ ബാധ്യത ഞാൻ നിറവേറ്റി അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ സ്റ്റെപ്സ് എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. അല്ല, ഞാൻ എപ്പോഴും ശുഭത്തി വിശ്വാസക്കാരനാണല്ലോ, അറിയാലോ. നിങ്ങൾ തുടക്കുമ്പോഴേ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ എന്നും പോസിറ്റീവാണ്, എന്നും പോസിറ്റീവാണ്. നാളെ അങ്ങനെ ആയിരിക്കും. ഈ കാര്യത്തിൽ ഞാൻ പോസിറ്റീവാണ്. നല്ല സമീപനമായിരുന്നു. നല്ല വണ്ടിപ്പരിപ്പും ചായയൊക്കെ തന്നു. നല്ല നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ മിക്സർ ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ്. അതെ.